പക്ഷെ എനിക്ക് ഇതിലൊക്കെ അത്ഭുതമായിട്ട് തോന്നി എന്താ അറിയോ, ഇതൊക്കെ നമ്മൾ സാധാരണ ബിൽഡിംഗ് വർക്കുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ ഇതിൻ്റെ ഫ്ലോർ ഉണ്ട് നിങ്ങൾ, ഫുള്ള് ഫ്ലോറ്, അതായത് മെഷീൻ ഉപയോഗിച്ച് മണ്ണൊക്കെ ടൈറ്റാക്കി ഭായിമാർ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. കിത്തനാണ്ടാ 170 170 കോയമ്പിട്ടാട്ടോ. നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വേണ്ടി നമ്മുടെ കേരള സർക്കാർ നിർമ്മിക്കുന്ന 410 വീടുകൾ, 15 ലക്ഷം രൂപ ചെലവിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇവർക്ക് വേണ്ടാന്നുള്ള ആളുകൾക്ക് 15 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പരിപാടിൻ്റെ കൊടുത്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ ആളുകളുണ്ട്. വാങ്ങിപ്പോയ ആളുകൾ 5 സോണിലായിട്ട് നമ്മുടെ ഊരാളുങ്കൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 1400 ജോലിക്കാർ, 410 വീടിൻ്റെ വർക്ക്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരിതം സംഭവിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ടൗൺഷിപ്പ് കൽപ്പറ്റ ടൗൺ ഏരിയയിൽ ഇവിടെ ഇങ്ങനെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസ് തന്നെ നമ്മളെ കോഴിക്കോട് നിന്ന് വരുന്ന അവിടെ നിങ്ങളുടെ ജംഗ്ഷൻ നിങ്ങോട്ട് കയറിയതിന് ശേഷം 1 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നാൽ ഏകദേശം തന്നെ ഉണ്ട്. അതിലെ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഇവിടെ തന്നെ വീടുകളുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് അവരുടെ മിക്സഡ് യൂണിറ്റുകളൊക്കെ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നു. ഒരുപാട് കോൺക്രീറ്റ് മെഷീനുകളുണ്ടല്ലോ, കുറച്ച് അകലേക്കൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഓരോ 5 സോണായിട്ടാട്ടോ ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇത് കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് 1-2 സ്ഥലത്തുനിന്ന് റോഡുകളുണ്ട് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു വലിയ റോഡാണിത്. ഇത് ഏകദേശം ഒരു 3 കിലോമീറ്റർ നീളത്തിൽ പോകുന്ന റോഡ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു 12 കിലോമീറ്റർ റോഡ്, 3 മീറ്റർ മൊത്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീടുകളിലേക്കും. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കാണാം കേട്ടോ. ഫുള്ള് പില്ലറിൻ്റെ മുകളിലാട്ടോ കംപ്ലീറ്റ് കൈകാര്യം. അടിപൊളി പില്ലറുകൾ കൊടുത്തിട്ട് ബാക്കി തറകൾ അതാ അവിടേക്ക് ഫുള്ള് ബീമ്, നല്ല ഹൈറ്റുള്ള ബീമുകൾ. അതിൻ്റെ മുകളിലാണ് വീടുകൾ പൊങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തേക്കിട്ട് കയറും തോറും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകും തോന്നിപ്പോട്ട്. റോഡിലേക്കുള്ള വഴി മാറിപ്പോയി. 1000 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ പറഞ്ഞത്. 1000 സ്ക്വയർ ഫീറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. പിന്നെ 10 അടി നമുക്ക് കാഴ്ചയിൽ ഇങ്ങനെ 10 അടി ഹൈറ്റ് ഇല്ല എന്നൊക്കെ തോന്നുമെങ്കിലും 10 അടി ഹൈറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ അവരോട് ചോദിച്ചു. നമ്മുടെ സാധാരണ നാട്ടുകാരൊന്നും ഉണ്ടാക്കുന്ന മാതിരി വീടല്ല കേട്ടോ. അതായത് ഫുള്ള് കോൺക്രീറ്റ് പില്ലറുകളാണ്. ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ബെൽറ്റാട്ടോ, അപാര ബീമാണ്. അതിൻ്റെ മുകളിലാണ് വർക്ക് നടക്കുന്നത്. ഇവിടെ തപ്പാ സ്ഥിരമായിട്ട് എല്ലാവരും ഇങ്ങനെ അടിക്കുന്ന ഒരു കെമിക്കൽ, ആ കെമിക്കൽ ഇവിടെ അടിക്കുന്നുണ്ട്. അവിടെ ഫൈനൽ സ്ലാബായിട്ടുള്ള കോൺക്രീറ്റ് സെൻട്രിങ് അടി നടക്കുന്നു. ഇവിടെ പടവ് നടക്കുന്നു. ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ജോലിക്കാരെന്നാണ്. എല്ലാ ഏരിയയിലും ജോലിക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മുടെ ഊരാളുങ്കലിലാണ് ഇതിൻ്റെ കരാറ്. ജോലിക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്ന കാഴ്ച കേട്ടോ. എല്ലാ ഭാഗത്തും ജോലിക്കാർ കൊണ്ട് വരുന്നുണ്ട്. റോഡുകൾക്ക് ഇവിടെ അവർ ഡ്രെയിനേജുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. ഈ 3 മീറ്റർ റോഡിന് എന്തായാലും ഡ്രെയിനേജ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചിട്ട് എല്ലാം ഈ ഡ്രെയിനേജിലേക്ക് വെള്ളം റോഡിൽ കൂടി ഒലിച്ച് വരുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് റോഡിൻ്റെ നിർമ്മാണങ്ങളൊക്കെ കേട്ടോ. എവിടെയും എന്താ വെച്ചാൽ ഇവിടുന്ന് ഉയർന്ന പ്രദേശം, അങ്ങനെ താഴ്ന്ന പ്രദേശമൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിന് അവർ അതിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷനാണ്. എന്തായാലും വളരെ തന്ത്രപരമായിട്ടുള്ള നിർമ്മാണം കേട്ടോ. ഇവിടെയാണ് സ്റ്റീൽ വർക്ക്, നമ്മുടെ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ഇവരുടെ കീഴിൽ തന്നെ അവിടെ തന്നെ നടക്കുന്നത്. ഫുള്ള് ഒന്നും പുറമെന്ന് കൊണ്ട് എടുക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഒക്കെ ഊരാളുങ്ങളുടെ ഹൈ ലെവൽ പരിപാടികളല്ലേ. സിമൻറ്റ് ബ്രിക്കുകളൊക്കെ ഇവിടെ തന്നെ നിർമ്മിക്കുന്നത്. ഇത് 4 ഇഞ്ചിൻ്റെ കട്ട. ഇത് നമ്മുടെ പേർപ്പറ്റിനും അതുപോലെ ബാത്റൂമിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കട്ടകൾ. അതുപോലെ വീതി കൂടിയത് എത്ര 6 ഇഞ്ചിൻ്റെ കട്ടാന്ന് തോന്നുന്നു അല്ലേ. 6 ഇഞ്ചിൻ്റെ കട്ടാണ് വീടുകളുടെ ചുമരുകളൊക്കെ പടുത്ത് നിർത്തുന്നത്. അവിടെയൊക്കെ ഫുള്ള് വർക്ക്. എത്ര ജോലിക്കാർ ഇവിടെ ജോലി എടുക്കുന്നുണ്ട് ചോദിച്ചവർ പറഞ്ഞ എത്ര അറിയോ? 1500ഓളം ജോലിക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. 410 വീടുകളാട്ടോ മൊത്തത്തിൽ ഇവിടെ നിർമ്മിക്കുന്നത്. അതിൽ ഒരു ഡെമോ ഫുള്ള് വർക്ക് കഴിഞ്ഞൊരു വീടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. 410 വീടുകളിൽ 1500 ജോലിക്കാർ. ചിന്തിക്കാൻ പറ്റുമോ? ഇതിൽ കുറേ സബ് കൊടുത്ത, അതായത് ജോലി സബ് കൊടുത്തതുണ്ട്, അല്ലാതെ മൊത്തത്തിൽ അവർ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ജോലിക്കാരെ പുറമെന്ന് വിളിച്ചിട്ടുള്ള പരിപാടി ഇവർക്ക്. ഇതിപ്പം 4-5 മാസം കൊണ്ടാണ് ഇവർ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി ഒരു മഴക്കാലത്തിന് മുമ്പായിട്ട് തീർക്കണം എന്നുള്ള പ്രതീക്ഷയിലാട്ടോ അവരിവിടെ നിൽക്കുന്നത്.
എന്തായാലും ഒരാളുകളുടെ വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ. റോഡ് പണിനെക്കാട്ടിലൊക്കെ ഭയങ്കര ഒരു ടാസ്ക് പരിപാടിയാണ്. പക്ഷെ ഒരേ നിർമ്മാണമാണ്. പക്ഷേ ഇവിടുത്തെ ഭൂമിൻ്റെ ഘടന അനുസരിച്ചിട്ട് വലിയൊരു ടാസ്ക് തന്നെയാണ്. പല സൈസിൽ ഓരോ ഏരിയ അതേ റോഡുകളൊക്കെ അതിനനുസരിച്ച് നിർമ്മിക്കുക. വീടുകൾ റോഡുകളൊക്കെ ഹൈറ്റൊക്കെ കറക്റ്റ് ചെയ്തിട്ട് പല വിധത്തിൽ ഒരു വീടും ഒരേ ഹൈറ്റിൽ ചുരുക്കാട്ടോ വീടുകൾ. ലാൻഡിനനുസരിച്ചിട്ട് പല ഹൈറ്റ് മാറ്റങ്ങൾ, അതിനനുസരിച്ച് റോഡിലേക്കുള്ള റോഡ് താഴ്ത്തിയിട്ടൊക്കെ അവർ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത്. അതിനനുസരിച്ച് എല്ലാ വീടുകളിലും മഴക്കാലത്തൊക്കെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ വർക്കിൽ എനിക്ക് ഫുള്ള് 50 മീറ്റർ ഹൈറ്റിലുള്ള ബെൽറ്റ്, 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ബെൽറ്റ്, അതുപോലെ പില്ലറുകൾ 80 സെൻറ്റിമീറ്റർ വീതിയിലുള്ള 20 സെൻറ്റിമീറ്റർ തിക്കിലുള്ള പില്ലറുകൾ. ഇതൊക്കെ എനിക്ക് അത്ഭുതമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ബീമുകൾ 30 സെൻറ്റിമീറ്ററിൻ്റെ ബീമുകൾ, ഫുള്ള് 30 സെൻറ്റിമീറ്റർ. അതിൽ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ 40 സെൻറ്റിമീറ്ററിൻ്റെ ബീം. ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വർക്ക് ആട്ടോ. അതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ഇതിലൊക്കെ അത്ഭുതമായിട്ട് തോന്നി എന്താ അറിയോ, ഇതൊക്കെ നമ്മൾ സാധാരണ ബിൽഡിംഗ് വർക്കുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ ഇതിൻ്റെ ഫ്ലോർ ഉണ്ട് നിങ്ങൾ, ഫുള്ള് ഫ്ലോറ്, അതായത് മെഷീൻ ഉപയോഗിച്ച് മണ്ണൊക്കെ ടൈറ്റാക്കി ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലൂടെ വയറിങ്ങൊക്കെ പോകുന്നുണ്ടല്ലോ. കണ്ടോ, 5 ഇഞ്ച് കനത്തിൽ അടിയിൽ പ്ലാസ്റ്റിക് വിരിച്ചിട്ട് 5 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റ്. ചെതലൊക്കെ ഒത്തിരി കഷ്ടപ്പെടും ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാൻ. ഇവിടെ ഇതിനുള്ള പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. അതുപോലെ 5 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റും ഫുള്ള് കമ്പിയൊക്കെ കെട്ടിയിട്ട് 8x8 കമ്പി, 8M മൊത്തം കമ്പികൾ, 2 ഇഞ്ചിലുള്ള കവറിങ്, 3 ഇഞ്ച് മേലോട്ടും, അതുകൂടി 5 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ്. അത്ഭുതം എന്ന് പറയല്ലാതെ വേറെ എന്താ പറയുക. പണ്ട് ഓടൊക്കെ പൊട്ടിച്ച് നിരത്തി ഇടിച്ച് ലെവലാക്കി കുമാക്കെട്ട് റെഡിയാക്കി കോൺക്രീറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ 5 ഇഞ്ച് കോൺക്രീറ്റിലേക്ക് എത്തി, ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടിയിട്ടുള്ള. ഇപ്പം അധികം എഞ്ചിനീയറിങ് വീടുകളൊക്കെ അതങ്ങനെയാട്ടോ ചെയ്യുന്നത്. എന്തായാലും നല്ലതിനാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭായിമാർ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. കിത്തനാണ്ടാ 170 170 കോഴിമുട്ടാട്ടോ പുഴുകിത്തിരിക്കുന്നത്. ഇതുവരെ ദേശീയ ഫുഡ് ആൻഡ് ആലു ബജി, ആലു കറി, ആലു ഓക്കെ, നമ്മളെ ഉരുളക്കിഴങ്ങ് കറി. ഇതുവരെ ദേശീയ ഫുഡാട്ടോ. ये चावल है क्या? वो गर्म पानी इधर है, अंदर है. क्या करते हैं वीडियो करेगा. ഇവിടെ ചോറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ജോലിക്കാർ. भाई अच्छा, इधर केरला अच्छा है. ओके, अभी ठंडा है, ठंडा. ओ इधर हाइट एरिया है, थोड़ा ठंडा है. मैं कोഴിക്കോട് में आएगा. कोഴിക്കോട് ठंडा कम ही है. ठंडा नहीं है उधर, हाँ सुबह में थोड़ा है, बाकी दिन में ठंडा नहीं. अब बहुत मुश्किल है. हाँ इधर सुबह में और 1 महीना है, फिर थोड़ा थोड़ा कम है. रात को भाव आपका किधर, गाँव किधर है? कोलकाता ठंडा कमी है. ओके, वो दिल्ली आदमी को भाव ये ठंडा है, लेकिन वो हमारा उधर हिल साइड नहीं है. हिल साइड नहीं, मतलब हमारा उधर का ठंडा हम लोग सह सकते हैं. इधर का ठंडा है ना, ये हिल साइड है, वो थोड़ा अलग ठंडा है. अलग ठंडा हवा आएगा ना. हवा आएगा, 2 नंबर है, पानी है ना. हाँ पूरा वो ओके ओके ओके. वीडियो बना रहे. हाँ यूट्यूब में आएगा और 2 दिन के बाद आएगा. मैं कालिकट में आएगा വീഡിയോ बनाएगा. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ ഭായിമാർ ഇവിടുത്തെ തണുപ്പാട്ട പറയുന്നത് ഇത് അവർ താമസിക്കുന്ന ഷെഡാണ്. ഓക്കെ, ഇന്ത്യയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇന്ത്യയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കരുതേ. ഇവിടെയൊക്കെ ആളുകളൊക്കെ പണ്ട് താമസിക്കുന്ന ഏരിയയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവർ 64 ഏക്കർ ഭൂമി വാങ്ങിയിട്ട് ഇവിടെ ഇപ്പം 44 ഏക്കറിലാണ് വർക്ക് നടക്കുന്നത്. നല്ലപോലെ അടച്ചുറപ്പിൽ നല്ല സൗകര്യത്തോടെ കടന്നുറങ്ങിയ മുണ്ടക്കൈ ചൂരൽ മല നിവാസികൾ, ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു വർഷം 2-3 മാസം അങ്ങനെ എന്തായാലേ ചിന്തിക്കാൻ പറ്റാത്ത ഈ വീടൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ ചൂരൽമല അവിടെ പോയതാണ്, എനിക്ക് അവിടുത്തെ കാഴ്ച കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ മനസ്സൊക്കെ കൂടി പിങ്ങ് പൊട്ടാന്നറിയില്ലേ, ഭയങ്കര കാഴ്ച കേട്ടോ. ഇപ്പോൾ അവിടെ ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് ജനങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് കാണാൻ. എന്തായാലും അവിടെ പോകുന്ന ആളുകൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ സീസണിൽ ഒരുപാട് ഈ ക്രിസ്മസ് ലീവിന് ഒരുപാട് ആൾക്കാർ പോകാനുണ്ട്. അപ്പം അവരൊക്കെ അവിടെ ഒച്ചും പാടൊന്നും ഉണ്ടാക്കാതെ ഒരു സൈലൻറ്റോട് കൂടി അവിടേക്ക് ഒന്ന് പോയി വരണമെന്ന് അഭ്യർത്ഥിക്കാം കേട്ടോ ഞാൻ.
അപ്പം ഇതിൻ്റെ പ്ലാസ്റ്ററിങ് വർക്കിനായിട്ടുള്ള ഹൈറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്ററിങ് വർക്ക് നടക്കാൻ പിന്നെ അതാ ജോയിൻറ്റിലൊക്കെ അവർ ആ നെറ്റ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഗ്രൗട്ടിൽ, ജോയിൻറ്റ് വിള്ളൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെയർപെറ്റിൻ്റെ അവിടെ അവർ അത് കൂടെ തന്നെ വാർക്കുന്നത്, അതുകൊണ്ട് അവിടെ വിള്ളൽ വരില്ല. ഇതൊരിക്കലും വിള്ളൽ വരില്ല. 50 സെൻറ്റിമീറ്ററിൻ്റെ ബെൽറ്റല്ലേ, ഒന്നും സംഭവിക്കില്ല. പക്ക അടിപൊളി പണിയാണ്. ഞാനൊരു കൽപ്പണിക്കാരനും കൂടി ആയതുകൊണ്ട് പറയാണ്, ഒരു വിള്ളലും ഇതിന് വരില്ല കേട്ടോ. എക്സ്ട്രാ സൂപ്പർ വർക്ക് എന്ന് തന്നെ പറയാം. ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് കഴിഞ്ഞ ഫുൾ വർക്ക് കഴിഞ്ഞ പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ വീട് കേട്ടോ. വീടിന് അത്യാവശ്യം മുൻഭാഗം ഒക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ. ഇത് ഫുള്ള് ബൗണ്ടറി ഒക്കെ കെട്ടിയതാണ്. ഇതുപോലെ ബൗണ്ടറി വരും കേട്ടോ എല്ലാത്തിനും. വീടിൻ്റെ ഈ ഭാഗത്ത് 1.5 മീറ്റർ ഉണ്ട്, അതുപോലെ ആ ഭാഗത്ത് ഒരു 1.5-2 മീറ്റർ കാണുന്നുണ്ട്. മുൻഭാഗത്തേക്ക് ഒരു 6 മീറ്റർ ഉണ്ട്. ബാക്കിൽ അതുപോലെ ഒരു 3 മീറ്റർ കാണുന്നുണ്ട്. എന്തായാലും ഇനി അവർക്ക് എന്തെങ്കിലും പിന്നീട് ഒരു വർക്ക് ഏരിയ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാനുള്ള സൗകര്യത്തിൽ നമ്മളെ വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് അത് കഴിഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോൾ സെൻട്രൽ ഭാഗത്തുള്ള പില്ലർ അവർ മുകളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 10 കൊല്ലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് തോന്നുന്നു അല്ലേ. ഇതൊരു ടൗൺഷിപ്പ്, ഇവർക്ക് 10 കൊല്ലത്തേക്ക് വിൽക്കാനോ അങ്ങനെയൊന്നും പാടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതാ കറക്റ്റ് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്താളി. സ്ലാബ് വാർത്തതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു. ഈ സ്ലാബിൻ്റെ ടോപ്പിൽ എന്താ വർക്ക്? ലീക്ക് പ്രൂഫ് അടിക്കുക അല്ലേ? യെസ്, ലീക്ക് പ്രൂഫ് അടിക്കുകയാണ് അവിടെ. ഇതാണ് കുറച്ച് ഭാഗം ഇൻഡസ്ട്രിയൽ വർക്ക്, ഓട് ഇടുന്ന ഇവിടെ. അതിൻ്റെ അടിയിൽ പ്ലെയിൻ ഓട് വിടുന്നുണ്ട് കേട്ടോ. ഓ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, 4 അടി ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ പെയർപെറ്റ്. ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ മുൻഭാഗത്തുള്ളത് കേട്ടോ. ബാക്കിലൊക്കെ 4 അടിയില്ല, 3.5 അടി. നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വേണ്ടി നമ്മുടെ കേരള സർക്കാർ നിർമ്മിക്കുന്ന 410 വീടുകൾ 15 ലക്ഷം രൂപ ചെലവിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇത് അവർക്ക് വേണ്ടാന്നുള്ള ആളുകൾക്ക് 15 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു പരിപാടിൻ്റെ കൊടുത്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ ആളുകളുണ്ട്, വാങ്ങിപ്പോയ ആളുകൾ. ബാക്കിയുള്ള ആളുകൾക്കുള്ള വീടുകൾ ഇവിടെ 5 സോണിലായിട്ട് നമ്മുടെ ഊരാളുങ്കൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 4 മാസം കൊണ്ട് ഇതാ അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തും സ്ട്രക്ചർ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് വീടിൻ്റെ. ഇനി അതിൻ്റെ ബാക്കി പണികൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 മാസം കൊണ്ട് ഫുള്ള് ഫിനിഷാവുന്ന ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 1400 ജോലിക്കാർ, 410 വീടിൻ്റെ വർക്ക് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചാട്ടങ്ങൾ കാണുന്നത്. ഡ്രോൺ ഇല്ലാത്തത് കൊണ്ട് ഇനി മുകളിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് ഇത് ഒരു പരിഹാരമാവില്ല കേട്ടോ. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടവരത് നോക്കും, അവർക്കിതൊന്നും ഒരു പരിഹാരമാവില്ല. എന്നാലും നമ്മുടെ കേരള സർക്കാരിൻ്റെ വലിയൊരു കൈത്താങ്ങാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ടൗൺഷിപ്പാണ് വരുന്നത്. ഇതിൽ ഈ ടൗൺഷിപ്പിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലുകൾ, അതുപോലെ പ്ലേ ഗ്രൗണ്ടുകൾ, പാർക്കുകൾ, പിന്നെ കടകൾ, മാർക്കറ്റുകൾ, അങ്ങനെ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ ടൗൺഷിപ്പിൽ തന്നെ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ ടൗൺഷിപ്പിൻ്റെ വിശേഷങ്ങൾ, നമ്മുടെ കേരള സർക്കാരിൻ്റെ കൈത്താങ്ങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.